നമസ്കാരം. കേരളത്തിൽ കാലവർഷം അതിതീവ്രമായി തുടരുകയാണ്. അടുത്ത 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ പെയ്യുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തെ തുടർന്ന് സംസ്ഥാനത്തെ 5 ജില്ലകളിൽ നിന്ന് അതീവ ജാഗ്രതാ നിർദ്ദേശമായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. ഇതിൽ മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെയും റെഡ് അലർട്ട് തുടരും. കൂടാതെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇന്നും, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. മഴയ്ക്കൊപ്പം വീശിയടിച്ച ശക്തമായ കാറ്റിൽ തൃശൂർ, കൊടുങ്ങല്ലൂർ, ശ്രീനാരായണപുരത്ത് വൻ ദുരന്തമുണ്ടായി. സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന ശാന്തിക്കാരൻ മരം വീണ് മരിച്ചു. ശ്രീനാരായണപുരം താമരക്കുളം തോട്ടപ്പള്ളി ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായ വെള്ളാങ്ങല്ലൂർ കരുമാത്ര സ്വദേശി 60-കാരനായ മണികണ്ഠനാണ് മരിച്ചത്. ശക്തമായ കാറ്റിനും ഇടിമിന്നലും സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്തതും മേൽക്കൂര ശക്തമല്ലാത്തതുമായ വീടുകളിൽ താമസിക്കുന്നവർ എത്രയും വേഗം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പൊതു സ്വകാര്യ ഇടങ്ങളിൽ അപകടാവസ്ഥയിലുള്ള മരങ്ങളോ പോസ്റ്റുകളോ ഉണ്ടെങ്കിൽ അത് അടിയന്തരമായി അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തണം. ഒരു കാരണവശാലും നദികളോ മറ്റു ജലാശയങ്ങളോ കുളിക്കുവാനോ മീൻ പിടിക്കുവാനോ ഇറങ്ങാനായി ശ്രമിക്കരുത്. ഒരു കാരണവശാലും നദികളിലോ മറ്റു ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കുവാനോ ഇറങ്ങരുത്. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുന്നതും സെൽഫി എടുക്കുന്നതും കൂട്ടം കൂടി നിൽക്കുന്നതും കർശനമായി നിരോധിച്ചിട്ടുണ്ട്. അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കുക. മലയോര മേഖലകളിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായും ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ പെയ്യുന്നതിനെ അതിതീവ്ര മഴയെന്നാണ് പറയുക. മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും ഇത് കാരണമുണ്ടാകാം. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്ക സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കേണ്ടതാണ്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ 9 വരെ മത്സ്യബന്ധനം നിരോധിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും സജ്ജമാണ്. ടോൾ ഫ്രീ നമ്പർ 1077 1070 ആണ്. ഇന്നും നാളെയും ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലയിൽ വിവിധ വകുപ്പുകളുടെ മേധാവികൾ ഈ ദിവസങ്ങളിൽ ജില്ലയിൽ ഉണ്ടാകണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. കളക്ടറുടെ മുൻകൂർ അനുമതിയില്ലാതെ ജില്ലാതല ഉദ്യോഗസ്ഥർ ജില്ല വിട്ടുപോകരുതെന്നും കളക്ടർ നിർദ്ദേശിച്ചു. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കളക്ടറുടെ അധ്യക്ഷതയിൽ ജില്ലാതല ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം ചേർന്ന് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. എല്ലാ വകുപ്പുകളോടും ജാഗ്രത പാലിക്കുവാനും അടിയന്തര സാഹചര്യമുണ്ടായാൽ ഉടൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തുവാനും കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവിധ വകുപ്പുകൾ ഇതിനോടകം സ്വീകരിച്ച നടപടികൾ ഉദ്യോഗസ്ഥർ യോഗത്തിൽ വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രിക കൃഷ്ണൻ, സബ് കളക്ടർ അതുൽ സാഗർ, ജില്ലാ കളക്ടർ പോലീസ് മേധാവി അരുൺ K പവിത്രൻ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് കളക്ടർ DR മേഘശ്രീ അവധി പ്രഖ്യാപിച്ചത്. മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ സ്കൂളുകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ്. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതൽ ദീർഘമായ ഇടവേളയ്ക്ക് ശേഷം രാവിലെയോടുകൂടി വടക്കൻ ജില്ലകളിൽ മഴ വീണ്ടും തുടങ്ങി. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലാണ് മഴ പുനരാരംഭിച്ചത്. എന്നാൽ രാവിലെ മുതൽ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് മഴ തുടങ്ങിയത്. ജില്ലയുടെ കിഴക്കൻ മേഖലകളിലും മലയോര പ്രദേശങ്ങളിലും കനത്ത മഴ തുടരുകയാണ്. കാസർഗോഡ് ജില്ലയിൽ രാവിലെ വെയിലുദിച്ചു. വയനാട്ടിലും രാവിലെ വെയിലാണ്. എന്നാൽ ഈ പ്രദേശങ്ങളിലേക്ക് മഴ അടുത്ത മണിക്കൂറുകളിലെത്തും. വടക്കൻ കേരളത്തിൽ നിന്ന് അറബിക്കടലിലേക്ക് 1100 കിലോമീറ്റർ നീളത്തിൽ മേഘങ്ങൾ രൂപപ്പെട്ടതായി രാവിലത്തെ ഉപഗ്രഹ ചിത്രങ്ങളിലും കാണാം. ഇവ ഭൂരിഭാഗവും കടലിൽ തന്നെ പെയ്തു തീരും. എറണാകുളം മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിൽ ഉച്ചയ്ക്ക് മുൻപായി മഴ ലഭിക്കും. തൃശൂർ, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കാണ് സാധ്യത. ഏറ്റവും പുതിയ റഡാർ ചിത്രപ്രകാരം എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ഇടത്തരം അല്ലെങ്കിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പ്രതീക്ഷിക്കാവുന്ന ആഘാതങ്ങൾ പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട്, വാഹനങ്ങളിലെ കാഴ്ചമകൾ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗതാഗത കുരുക്കുണ്ടാകും. താഴ്ന്ന പ്രദേശങ്ങളും നദീതീരങ്ങളും വെള്ളക്കെട്ടും വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. മരങ്ങൾ കടപുഴകി വീണാൽ വൈദ്യുതി തടസ്സം, അപകടം എന്നിവയിലേക്കും നയിക്കും. വീടുകൾക്കും കുടിലുകൾക്കും ഭാഗിക കേടുപാടുകൾക്ക് സാധ്യതയുണ്ട്. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട്. മഴ മനുഷ്യരെയും കന്നുകാലികളെയും പ്രതികൂലമായി ബാധിക്കുവാനും
തീരപ്രദേശത്തെ സുരക്ഷിതമല്ലാത്ത ഘടനകൾക്ക് നാശമുണ്ടാക്കുവാനും സാധ്യതയുണ്ട്. കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഗതാഗതം കാര്യക്ഷമമായി നിയന്ത്രിക്കുക. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി ആളുകൾ സുരക്ഷിത മേഖലകളിൽ തുടരുക. കൂടാതെ 7-ാം തീയതി വരെ സൊമാലിയ തീരം, അതിനോട് ചേർന്ന തെക്കു പടിഞ്ഞാറൻ അറബിക്കടൽ, മധ്യ പടിഞ്ഞാറൻ അറബിക്കടലിനോട് ചേർന്ന ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. തെക്കൻ മഹാരാഷ്ട്ര, ഗോവ, ലക്ഷദ്വീപ്, അതിനോട് ചേർന്ന മധ്യകിഴക്കൻ, തെക്കുകിഴക്കൻ അറബിക്കടൽ, മാലിദ്വീപ് തീരം എന്നിവിടങ്ങളിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഗൾഫ് ഓഫ് മാന്നാർ, കന്യാകുമാരി പ്രദേശം, വടക്കൻ തമിഴ്നാട് തീരം, ശ്രീലങ്കൻ തീരം, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന മധ്യ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. 8-ാം തീയതി സൊമാലിയ തീരം, അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ, മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ, മധ്യ കിഴക്കൻ അറബിക്കടൽ ഇവിടങ്ങളിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. തെക്കൻ മഹാരാഷ്ട്ര, ഗോവ, മധ്യകിഴക്കൻ അറബിക്കടൽ, അതിനോട് ചേർന്ന തെക്കുകിഴക്കൻ അറബിക്കടൽ, മാലിദ്വീപ് പ്രദേശം ഇവിടങ്ങളിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. 9-ാം തീയതി സൊമാലിയ തീരം, ഒമാൻ തീരം, മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ, തെക്കു പടിഞ്ഞാറൻ, മധ്യ കിഴക്കൻ, വടക്കു പടിഞ്ഞാറൻ അറബിക്കടലിനോട് ചേർന്ന ഭാഗങ്ങൾ ഇവിടങ്ങളിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. തെക്കൻ മഹാരാഷ്ട്ര, ഗോവ, ലക്ഷദ്വീപ്, അതിനോട് ചേർന്ന ആദ്യ കിഴക്കൻ, തെക്കുകിഴക്കൻ അറബിക്കടൽ, മാലിദ്വീപ് പ്രദേശം ഇവിടങ്ങളിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. 8-നും 9-നും ഗൾഫ് ഓഫ് മാന്നാർ, കന്യാകുമാരി പ്രദേശം, വടക്കൻ തമിഴ്നാട് തീരം, ശ്രീലങ്കൻ തീരം, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന മധ്യ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഈ പറഞ്ഞ തീയതികളിൽ മത്സ്യബന്ധനത്തിന് പോകുവാൻ പാടുള്ളതല്ല. കൂടാതെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത. ഇടിമിന്നൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ജാഗ്രതാ നിർദ്ദേശം പാലിക്കുക എന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്.